ശ്രീ ഹിയർ. ഞാൻ കുറച്ച് നാളായിട്ട് ഷവമിയുടെ 14 യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ആ ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ടു ദ പോയിന്റ് ഞാനത് പർച്ചേസ് ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ എന്നിട്ട് ഞാനത് റീതിങ്ക് ചെയ്തു. എൻ്റെ കയ്യിൽ നിന്ന് 70,000 രൂപ മുടക്കിയെടുക്കുമ്പം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഫോൺ ലാക്കിങ് ആണ്. നോ വേ ഇതൊരു പന്ന ഫോണാണെന്നല്ല പറയുന്നത്, ഇത് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ഫോണായി പ്രൈസിൽ. പക്ഷേ കോമ്പറ്റീഷൻ അത്രയ്ക്ക് കിട്ടില്ല വേണ്ട, മേ ബി ഞാൻ വേറൊരു ഫോണിലാണ് സെറ്റിൽ ചെയ്യുന്നത്. സോ നമുക്ക് ഫോണിനെ ആദ്യമേ ഫണ്ടമെൻ്റലി എൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ്. ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലെടുത്ത് ഉപയോഗിക്കാനും പിടിക്കാനും എല്ലാത്തിനും ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഫീൽ തന്നെയാണ്. അതിൻ്റെ ഹൈ ടെൻസൈൽ അലുമിനിയം കൺസ്ട്രക്ഷനിൽ കൂടെ തന്നെ ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് വിക്ടസ്, ബാക്കിൽ സിലിക്കോൺ പോളിമർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. പക്ഷേ മെറ്റീരിയൽസ് ഒന്നും നമ്മൾ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. കാരണം ഈ ഫോൺ നമ്മൾ കയ്യിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓൺലി വൺ തിങ് സ്ക്രീപ്സ്. നിങ്ങളൊക്കെ ഒരുപാട് കാശ് കൊടുത്തായി ഫോൺ മേടിച്ചത് നമുക്ക് ആ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ കൂടെ തന്നെ 193 to 189 ഗ്രാംസിൻ്റെ ഇടയിൽ നിൽക്കും, ഡിപ്പെൻഡിങ് upon your വേരിയൻറ്റ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പം എനിക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഒരുപാട് വെയിറ്റ് ഉള്ള പോലെയും തോന്നിയില്ല, ഒരു വെയിറ്റ് കുറവാകുന്ന പോലെയും തോന്നിയില്ല. കറക്റ്റ് എങ്ങനെയാണ് പറയുന്നത്, ഇതൊരു പ്രീമിയംനെസ് അതിൻ്റെ വെയിറ്റിൽ വരെ എനിക്ക് തോന്നിയ. അതിൻ്റെ കൂടെ തന്നെ IP68 ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ഇസ് എ ചെക്ക് പോയിന്റ്. ഈ ഫോണിലെ ഏറ്റവും കിടിലം അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് നോക്കുകയാണല്ലോ എനിക്ക് പറയാൻ പറ്റും പ്യൂർലി അതിൻ്റെ ഡിസൈൻ മാത്രമാണ്. കാരണം സൂപ്പർ, ഒരു കുറ്റം പോലും എനിക്ക് നിക്ക് ഇത് പറയില്ല. അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5K 12-bit ഡിസ്പ്ലേ ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇച്ചിരി സിനിമാറ്റോഗ്രഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്ന ആൾക്കാർക്ക് കുറേ കിടിലം 68 ബില്യൺ കളർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ഒരു ഡിസ്പ്ലേ ആണ്. LTP ആണ്, വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ്. ഓൾ വേ ഫ്രം 1 to 120 ഹെർട്സ് വരെ നിങ്ങൾക്ക് മാറിയും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് കേസ്. ബട്ട് ബൈ ഡിഫോൾട്ട് നിങ്ങൾ യൂട്യൂബും അങ്ങനത്തെ ആപ്പും ഒക്കെ യൂസ് ചെയ്യുമ്പം 60 ഹെർട്സിൽ ലോക്കാണ്. സോ അതുകൊണ്ട് ആ സ്ക്രോളിംഗ് ഒക്കെ നിങ്ങൾക്ക് ബെറ്റർ ആണെങ്കിൽ സെറ്റിങ്സിൽ പോയി മാറുക. ആൻഡ് ഡിസ്പ്ലേയെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വൈറ്റ്സ്, ഡെഡ് ഓൺ സ്പോട്ട് ഓൺ വൈറ്റ്സ്. എനിക്ക് ഡിസ്പ്ലേനെ ഞാൻ അസസ് ചെയ്യുന്ന ഒരു പ്രൈമറി ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ വൈറ്റ്സ് നോക്കുന്നത് കൂളറും അല്ല വോമറും അല്ല, ചെറിയ ടോൺഡ് ഔട്ട് ഗ്രേഷ് വൈറ്റ്സ് ഉണ്ട് ഈ ഫോണിനകത്ത്. സൂപ്പർ വൈറ്റ്സ്, 3000 nits പീക്ക് ബ്രൈറ്റ്നസ്സും HDR10+ സർട്ടിഫിക്കേഷൻസും ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കേഷനും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 460 PPI 460 pixels per inch is very good and very high. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 3000 nits പീക്ക് ബ്രൈറ്റ്നസ്സും ഈ 460 PPI ഒക്കെ കിട്ടുന്ന ഒരു കിഡിലം ഡിസ്പ്ലേ. അതിനോട് തന്നെ നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് നിങ്ങൾക്ക് മറ്റേ ആൻറ്റി ഫ്ലിക്കർ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ നിങ്ങൾ ലോ ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിക്കുമ്പം നിങ്ങളുടെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഇല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഡിസ്പ്ലേ വൈസ് എന്താ പറയുക, നിക് പിക്ക് ചെയ്ത് കുറ്റം പറയാൻ പോലും ഇല്ല. കളർ ആക്യുറസി, കളർ ബാലൻസിങ്, സ്പെക്കും റിഫ്രഷ് റേറ്റും സർട്ടിഫിക്കേഷൻസും എല്ലാം സ്പോട്ട് ഓൺ. നിങ്ങൾക്ക് 70,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ തന്നെ കിട്ടുന്നത്. നമുക്കിനി ബാറ്ററി സൈഡും പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ബാറ്ററി സൈഡും പെർഫോമൻസും വൺസ് അഗൈൻ ഇതിൻ്റെ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ബാറ്ററി ലൈഫ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ്. കീപ്പ് ഇൻ മൈൻഡ് ഇത് വലിയൊരു ഫോണും അല്ല ചെറിയൊരു ഫോണും അല്ല, ഇതൊരു 6.36 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു പെർഫെക്റ്റ് സൈസുള്ളൊരു ഫോണാണ്. S23 S24 കാട്ടി പൊടിക്ക് വലുതാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു അൺകംഫർട്ടബിൾ ഫീലും ഇല്ല, ഒരു കയ്യിലൊരു ക്യൂട്ട് ഹാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫീൽ തന്നെ ത്രൂ ഔട്ട് കിട്ടുന്നത്. അതിനകത്ത് നിന്ന് ഇവർക്ക് 4610 mAh ബാറ്ററി പാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ബാറ്ററി നിങ്ങൾക്ക് തരാൻ ഒരു 5.5 മണിക്കൂർ, ഒരു ഓൾമോസ്റ്റ് ഒരു പവർ സേവിംഗ് മോഡൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് 6 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. ബൈ സ്റ്റാൻഡേർഡ്സും ഈ ഫോണിൻ്റെ സൈസൊക്കെ കൺസിഡർ ചെയ്യുമ്പം സൂപ്പർ ബാറ്ററി ലൈഫ്. എനിക്കൊരു കാര്യം അഷ്യൂർ ചെയ്യാൻ പറ്റും, S24 ബെറ്റർ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ടു ദ ഡോട്ട് ഉറപ്പാണ്. ബാറ്ററി ത്രോട്ടിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റെൻസീവായിട്ട് GPUവും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം അതേപോലെ ഇറങ്ങി പോകുന്നുണ്ട് ബാക്കി എല്ലാ ഫോണിൻ്റെ. പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ ഈ ഫോൺ ത്രൂ ഔട്ട് യൂസ് ചെയ്തപ്പോൾ വലിയ ഹീറ്റിംഗ് ഫേസ് ചെയ്തിട്ടില്ല. കുറേ പേര് ഹീറ്റിങ്ങും ത്രോട്ടിലിങ്ങും ഒക്കെ പറഞ്ഞെങ്കിലും ഫോർ മീ ഒരുപാട് നേരം ക്യാമറ ഉപയോഗിച്ചിട്ട് ലൈറ്റ് ഗെയിമിങ്ങും ഒക്കെ നോക്കിയിട്ടും വലുതായിട്ടുള്ള ത്രോട്ടിലിംഗ് ഇഷ്യൂസോ ഈ ഭയങ്കര ചൂടാവുമ്പോഴുള്ള പെർഫോമൻസ് ഡ്രോപ്പോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ തിങ്. അതിൻ്റെ മേ ബി റീസൺ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 എന്ന് പറയുന്ന ആബ്സല്യൂട്ട് ബീസ്റ്റ് ഓഫ് എ പ്രോസസ്സറാണ്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറേജും എല്ലാം നിങ്ങൾക്ക് യു ആർ ഗെറ്റിംഗ് ദി ഫാസ്റ്റസ്റ്റ് ഫോൺ. ഇപ്പം കറൻറ്റ്ലി മാർക്കറ്റിലുള്ളതിനകത്ത് ഫാസ്റ്റസ്റ്റ് ഫോണിലൊന്നും തന്നെ നിങ്ങൾക്ക് ഇടുന്നത് UFSൻ്റെ 4.0 സ്റ്റോറേജും. വേറൊരു കാര്യം കീപ്പ് ഇൻ മൈൻഡ്, Adreno 750 ഈസ് എ വെരി ഗുഡ് GPU. ഗ്രാഫിക് ഇൻറ്റൻസീവ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പുഷ് ചെയ്യാനൊക്കെ കാര്യങ്ങളും ഒരു പ്രശ്നമില്ലാതെ പുഷ് ചെയ്യാം. സോ പെർഫോമൻസ് ആൻഡ് ബാറ്ററി സ്റ്റാൻഡ് പോയിന്റ് എനിക്ക് പറയാൻ പറ്റും. ബാറ്ററി 90 watts ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ടാണ്. യു ഗെറ്റ് ഓൾമോസ്റ്റ് ഒരു 6 hours ഒക്കെ തുടിപ്പിക്കാം. 5.5 hours ഒക്കെ അഷ്യോർഡ് ആയിട്ട് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ബാറ്ററി ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റ് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടൊരു ഡിവൈസാണ്. അതിൻ്റെ ആ എക്സ്പീരിയൻസ് എലവേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീക്കേഴ്സും ഹാപ്റ്റിക്സും
അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വെരി ഗുഡ് സ്പീക്കേഴ്സ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് കേട്ട് നോക്കൂ. ആൻഡ് ഹാപ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ത്രൂ ഔട്ട് ദ UI സട്ടിൽ ഹാപ്റ്റിക്സാണ്. ഹാപ്റ്റിക്സ് ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരു 40,000-50,000 റേഞ്ച് ഫോണൊന്നും അല്ല. ബെസ്റ്റ് ഓഫ് ദ ഐഫോണും ബെസ്റ്റ് ഓഫ് ദ സാംസങ്ങും ഏത് ടൈപ്പിലുള്ള ഹാപ്റ്റിക്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലത്തെ ഹാപ്റ്റിക്സ് തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത്. സോ ഓൾ ഓവർ ഈ കാറ്റഗറിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു കാര്യത്തിലേക്ക് വരാം. ദാറ്റ് ഈസ് ദി ക്യാമറാസ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ക്യാമറ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ലെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ക്യാമറ സ്ട്രേറ്റ് വേ പറയുമ്പോൾ ഇത് കമ്പയർ ചെയ്തത് ബെസ്റ്റ് ഓഫ് ഐഫോണും ബെസ്റ്റ് ഓഫ് ഗൂഗിളിൻ്റെയും സാംസങ്ങിൻ്റെയും ഫ്ലാഗ്ഷിപ്പായിട്ടാണ്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒപ്റ്റിക് സ്റ്റാൻഡ് പോയിന്റ് ഇത് കിടിലോ. 50 MP ട്രിപ്പിൾ സെൻസർ ആയിട്ടുള്ള അറയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ലീക്കർ സർട്ടിഫിക്കേഷൻസും കുറച്ച് സ്പെക്ക് പറയുകയാണെങ്കിൽ 8K വീഡിയോ 10-bit ലോഗ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സൂപ്പർബ് ഓട്ടോ ഫോക്കസ് ഒക്കെ ടു ദ പോയിന്റാണ്. പക്ഷേ ഞാൻ അത്ര ഫാൻ അല്ലാത്തതെന്ന് പറയുമ്പം ഷൗമിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദി കളേഴ്സ് ആൻഡ് പ്രോസസ്സിങ്. ലൈക്കയുടെ ഒരു എന്താ പറയുന്നത് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ലെൻസും അതിൻ്റെ കൂടെ ഫിൽറ്റേഴ്സും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും ലെറ്റ് മീ ടെൽ യു, എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം അതിൻ്റെ സ്കിൻ ടോൺസ് അവർ ഹാൻഡിൽ ചെയ്ത് തന്നെ നടക്കാം. സ്കിൻ ടോൺസ് ഹാൻഡിൽ ചെയ്ത് ഭയങ്കര ബോറായിട്ട്. ഒന്നാമത്തെ കാര്യം കുറച്ച് വെളുപ്പിക്കുന്ന ടെൻഡൻസി എനിക്ക് തോന്നി, എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ ഓൾ അറൗണ്ട് എനിക്ക് സ്കിൻ ടോൺസിലൊരു അൺനാച്ചുറാലിറ്റി ഫീല് ത്രൂ ഔട്ട് ദ ഡിവൈസ് അടിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ നമ്മുടെ ബ്രൗൺ കളേഴ്സ് ഓഫ് സ്കിൻ ടോൺ ഉള്ളവർക്ക്. എൻ്റെ അമ്മയുടെ ഫോണും പോർട്രറ്റും ഒക്കെ ഞാൻ എടുത്ത് നോക്കുമ്പം എനിക്ക് സ്കിൻ ടോൺ അത്ര കിടലുമായിട്ട് തോന്നിയില്ല. രണ്ടാമത്തേന്ന് പറയുമ്പം എൻ്റെ HDR ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി എന്ന് പറയുമ്പം നമ്മുടെ ഫോട്ടോസിലെ ഷാഡോസ് ഒരുപാട് അപ്ലിഫ്റ്റ് ചെയ്യുകയും ഹൈലൈറ്റ്സ് ഒരുപാട് പുൾ ഡൗൺ ചെയ്യും. പക്ഷെ അവർ മിഡിൽ ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുമ്പോൾ യു ഗെറ്റ് ആൻ അൺനാച്ചുറൽ ഫീൽ. ഒരു ഫോട്ടോസിന് ത്രൂ ഔട്ട് ഒരു ഭയങ്കര ഹെവിലി പ്രോസസ്ഡ് ഒരു അൺനാച്ചുറൽ ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയാൻ പോവാ, ഞാനിത് ഭയങ്കരമായിട്ട് നിക്പിക്ക് ചെയ്ത് പറയുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് സാച്ചുറേഷനൊക്കെ ഇച്ചിരി ബൂസ്റ്റഡ് ആയാലും ഇറ്റ് ഈസ് ഓക്കെ. വൈറ്റ് ബാലൻസ് ഒക്കെ ടു ദ പോയിന്റ് അടിപൊളിയാണ്. ഈ രണ്ടാണ് എനിക്ക് മെയിൻ പ്രോബ്ലം ഇതിൻ്റെ ക്യാമറാസിൽ. ഇതാ പറഞ്ഞത്, നമ്മൾ സ്കിൻ ടോൺ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നോക്കുമ്പം ചാർട്ട്സിൽ കാണാം അത് അത്യാവശ്യം ഓഫാണ്. എല്ലാ പടത്തിലും ഏറെക്കുറെ ഈ ഒരു ട്രെൻഡ് നമുക്ക് കാണാം. പിന്നെ എഡിറ്റ് ചെയ്ത് ഔട്ട് അടിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ അറിഞ്ഞത് ഇപ്പം ബാങ്ക് ഓഫേഴ്സ് ഉണ്ട് സെലക്ടഡ് സ്റ്റോഴ്സിൽ. അതിനെക്കുറിച്ച് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. സോ ചെക്ക് ദാറ്റ് ഔട്ട്. പിന്നെ ഇതിൻ്റെ നൈറ്റ് ഫോട്ടോസിനെ കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. അങ്ങനെ നോക്കുമ്പോഴും വീണ്ടും നൈറ്റ് ഫോട്ടോസിലെടുത്ത് മിക്ക ഫോട്ടോസിനും വീഡിയോസിനും അതിൻ്റെ ഹൈലൈറ്റ്സ് ഭയങ്കര ബ്ലോൺ ഔട്ടായിട്ട് തോന്നി. പ്രോസസ്സിങ് കൊണ്ട് അവർ ഇമേജ് ഓൾ ഓവർ അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഹൈലൈറ്റ്സ് ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽസ് നഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് ലെറ്റ് മീ സേ ഫോട്ടോസ് എല്ലാം ഭയങ്കര യൂസബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ കാണിക്കുമ്പോൾ ഒരു ഇംപ്രസീവ് സ്റ്റാൻഡ് പോയിന്റ് കിട്ടും. പക്ഷേ ടെക്നിക്കലിയും നമ്മൾ ചാർട്ടൊക്കെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് അത്ര ഇൻടാക്റ്റ് അല്ല എന്ന് തോന്നി. ദിസ് ഈസ് സംതിങ് Xiaomi ക്യാൻ വർക്ക് ഓൺ ഫ്യൂച്ചറിൽ. ആൻഡ് വേറെ ഏതൊരു 60,000 രൂപ അങ്ങനത്തെ ഒരു ഫോൺ വെച്ച് OnePlus 12 കാട്ടി ഫാർ ബെറ്റർ ക്യാമറ സിസ്റ്റം തന്നെയത്. പക്ഷേ ഞാൻ തുടക്കം പറഞ്ഞതിനകത്ത് ഞാൻ കമ്പയർ ചെയ്ത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റാണ്. കാരണം ഷൗമിയുടെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓഫറിങ് തന്നെ ഇത് ഇന്ത്യയിൽ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കുറ്റങ്ങൾ നിക്പിക്ക് ചെയ്ത് പറയേണ്ട പോലെ തോന്നി. വീഡിയോ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്യുവർ ബീസ്റ്റ്. എനിക്ക് ഈ വീഡിയോസിൻ്റെ കളേഴ്സും ഈ ഹൈലൈറ്റ് റോൾ ഓഫ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടെ പറയാം, ഓട്ടോ ഫോക്കസിങ് ഡെഡ് ഓൺ ആണ്. എനിക്ക് ചെറിയ ഇലയിൽ വരെ ഫോക്കസ് ചെയ്യാനൊന്നും ഒരു ടൈമും എടുത്തില്ല. ഹ്യൂമൻ ഓട്ടോ ഫോക്കസിങ് ഒക്കെ സ്പോട്ട് ഓൺ. യു ക്യാൻ ഷൂട്ട് 10-bit ലോഗ് ഫുട്ടേജ് വീഡിയോ വൈസ്. ഇംപ്രസീവ്. രാത്രിയിലുള്ള വീഡിയോസ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സിനിമാറ്റിക് വീഡിയോ മോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എക്സ്ട്രാ ഓർഡിനറിലി ഗുഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു വലിയ ടോപ്പ് ഓഫ് കമ്പാരിസൻ്റെ കൂടെ ഇവർ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ വളരെ കിടിലം കാര്യം തന്നെയാണ്. എനിക്ക് സെൽഫി ക്യാമറയെ കുറിച്ച് പറയുമ്പം 32 MP സെൽഫി ക്യാമറ വരുന്ന എന്താ പറയുക, പ്രൈമറി ക്യാമറസിൽ കാണാൻ പറ്റുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സെൽഫിയിൽ കാണും. സ്കിൻ ടോൺസ് ഇച്ചിരി ഓഫാണ്. പക്ഷേ ദാറ്റ് നിങ്ങളെല്ലാം സെൽഫീസിൽ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഗൈസ്, ഞാൻ ഓൾ അറൗണ്ട് ക്യാമറ സിസ്റ്റത്തിൻ്റെ റേറ്റ് ചെയ്യുവാണെങ്കിൽ സാംസങ്ങിൻ്റെ S24 ഞാൻ ഒരു 10-ൽ 8.5 റേറ്റിംഗ് കൊടുത്താൽ ഞാൻ ഇതിന് ഒരു 7.5 to 8 റേറ്റിംഗേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദ ക്യാമറാസ് ആർ റിയലി ഗുഡ്. പക്ഷേ ഞാൻ അത്യാവശ്യം എക്സ്പെക്റ്റേഷൻസോടുകൂടി ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം കുറച്ച് കുറ്റങ്ങൾ എനിക്ക് അതിൻ്റെതായി തോന്നി. ഓൾ അറൗണ്ട് ക്യാമറയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബെറ്റർ ക്യാമറ സിസ്റ്റം മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഗൈസ്, കിട്ടില്ല സോഫ്റ്റ്വെയർ. എനിക്ക് ഷൗമിയുടെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു ഫീൽ അല്ല ഇവിടെ കിട്ടിയത്. ലൈറ്റ് സ്കിൻഡ് ആണ്, സ്നാപ്പിയാണ്, ആനിമേഷൻസ് ഒക്കെ കിടിലമാണ്. ഞാനിങ്ങനെ
എന്താ പറയുക, പണ്ടത്തെ ഒരു ഓക്സിജൻ വോയിസ് ഉപയോഗിച്ചൊരു ഫീലാണ്. മറ്റേ പെട്ടെന്നൊരു ഐക്കോൺ ഓപ്പൺ ചെയ്ത് ബാക്ക് അടിക്കും, മറ്റേ ആ ഒരു അനിമേഷൻ സാധനം കിട്ടുമല്ലോ, അതെനിക്ക് കിട്ടി. അത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഷവോമിയിൽ നിന്ന് കിട്ടുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞാൽ 4 വർഷം നിങ്ങൾക്ക് OS അപ്ഡേറ്റ്സ് ഉണ്ട്. ഹെവിലി കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ ആണ്. കുറ്റം പറയാനാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ എബോ ആവറേജ് സോഫ്റ്റ്വെയർ. ബെസ്റ്റ് ഓഫ് ദി ലീഗിലൊക്കെ നമുക്ക് വേണേൽ കാറ്റഗറൈസ് ചെയ്യാം. കാരണം ഞാൻ പറയുമ്പോൾ എനിക്ക് ബ്ലോട്ട് വേസും ബഗ്സും അങ്ങനത്തെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല. സോഫ്റ്റ്വെയർ ഈ ഫോണിന് കിഡിലെ ഒരു സ്റ്റാൻഡ് പോയിന്റ് തന്നെയാണ്. നമ്മുടെ മനസ്സിലൊക്കെ MIUI എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലവർക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, HyperOS ഇസ് വെരി ഗുഡ്, വെരി റിഫൈൻഡ്, അത്യാവശ്യം മോഡേൺ ആയിട്ട്. MIUI നിന്ന് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയറിനെ പ്രാപിച്ചാൽ നിങ്ങൾ ഈ ഫോൺ എടുക്കുക ഒരു മടിയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുക, നിങ്ങൾ എടുക്കുക, ഈ ഫോൺ എടുക്കുക. സോഫ്റ്റ്വെയർ അത്രയ്ക്ക് കിടിലം ആൻഡ് ഇംപ്രസീവ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എൻ്റെ വേർഡിക്റ്റ് അബൌട്ട് ദിസ് ഫോൺ, ഈ ഫോണിനെ ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യും. ഇതൊരു കിടിലം ഫോൺ തന്നെ. ഈ പ്രൈസ് കാറ്റഗറിയിൽ OnePlus 12നെയൊക്കെ കമ്പയർ ചെയ്ത് എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയൊരു ഫോണാണ്. ഇച്ചിരി കൂടെ ഫിനിഷിങ് സോഫ്റ്റ്വെയറും എല്ലാം ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയൊരു സോഫ്റ്റ്വെയർ തന്നെ എനിക്കിവിടെ കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ അൺറിയലിസ്റ്റിക് ഈ ഭയങ്കര യൂട്യൂബേഴ്സ് ഹൈപ്പിടുന്നതിനോടൊക്കെയുള്ള എക്സ്പെക്റ്റേഷനായിട്ട് ക്യാമറ നിങ്ങൾ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പ്രോസസ്സിങ് ചില സമയത്ത് നമുക്ക് നല്ല ആർട്ടിഫിഷ്യലായിട്ടൊക്കെ തോന്നിയേക്കാം, തോന്നും. പിന്നെ സ്കിൻ ടോൺസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഭയങ്കര ഇൻഡെപ്ത് ഡീറ്റെയിൽ ആണെങ്കിൽ ഞാൻ പറയും ക്യാമറ സിസ്റ്റം നിങ്ങൾ ഇച്ചിരി കൂടെ സാംസങ് S24 S23 സീരീസിലോട്ട് ലീൻ ചെയ്യാൻ പറയും. പക്ഷെ അത് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതൊരു ഓൾറൗണ്ടർ ഗ്രേറ്റ് പാക്കേജാണ്. ഡിസൈനും ഡിസ്പ്ലേയും ബാറ്ററിയും പെർഫോമൻസും അത്യാവശ്യം നല്ല ക്യാമറയും കിഡിലം സോഫ്റ്റ്വെയറും എല്ലാം കമ്പൈൻ ചെയ്ത് 70,000 ഒരു കിഡിലം ഓൾറൗണ്ടർ പാക്കേജ് തന്നെ. പറയാണ്ടിരിക്കാൻ വയ്യ, ആ 6.36 ഇഞ്ച് സ്ക്രീൻ ഉണ്ടല്ലോ, ക്യൂട്ട് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത തൊട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു സൈസിലേക്ക് തന്നെ പോകും. കാരണം ഇച്ചിരി നാൾ ഉപയോഗിച്ചാലും ഐ ആം കൺവിൻസ്ഡ് ഇത് തന്നെ ബെസ്റ്റ് സൈസൊന്നും ബെസ്റ്റ് ഡിസൈൻ ഫോം ഫാക്ടറൊന്നും. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇറ്റ് ഈസ് റിയലി ഗുഡ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. സബ്സ്ക്രൈബ്.